ഈർക്കലികൾ കൊണ്ട് വിസ്മയം തീർത്ത് ശ്രദ്ധ നേടിയ വടകര മേപ്പയിൽ സ്വദേശി രമേശന്റെ മറ്റൊരു കരവിരുത് കൂടി ജനശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഈർക്കലി കൊണ്ടുണ്ടാക്കിയ വീണയാണ് ഏവർക്കും കൗതുകമായി മാറുന്നത്. രമേശന്റെ ആത്മമിത്രവും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനുമായ മണലിൽ മോഹനന് ഇത് സമർപ്പിക്കാനായി മുനിസിപ്പൽ പാർക്കിൽ എത്തിയപ്പോഴാണ് വീണ കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. 28 വർഷമായി അരയ്ക്കുതാഴെ തളർന്ന് രോഗത്തോട് മല്ലടിക്കുന്ന മേപ്പയിൽ സ്വദേശിയായ മൂരിയോടൻ കണ്ടി രമേശൻ താൻ ഏറെ സ്നേഹിക്കുന്ന മണലിൽ മോഹനന് സമർപ്പിക്കാനായി 6 മാസം കൊണ്ട് നിർമ്മിച്ച വീണയുമായി വടകര മുനിസിപ്പൽ പാർക്കിൽ എത്തിയത്. ഏറെ സ്നേഹിക്കുന്നവന് സമർപ്പിക്കാൻ ഈർക്കൽ കൊണ്ട് നിർമ്മിച്ച വീണയുമായി രമേശൻ ഏറെ സാഹസികമായാണ് പാർക്കിൽ എത്തിയത്. രമേശൻ ശില്പിയോ ചിത്രകാരനോ അല്ല, പരമ്പരാഗത സ്വർണ്ണ പണിക്കാരനായിരുന്നു. സ്വർണ്ണപ്പണി ജ്വല്ലറികൾ കീഴടക്കിയപ്പോൾ രമേശിനെ പോലുള്ളവരാണ് പട്ടിണിയിലായത്. കാലുകൾക്ക് വേദനയും നടക്കാൻ ബുദ്ധിമുട്ടുമുള്ള രമേശൻ മുച്ചക്ര വാഹനത്തിലാണ് യാത്ര. സാധാരണ അളവിലുള്ള വീണയുടെ അതേ ആകൃതിയിൽ 20 തെങ്ങോലയുടെ ഈർക്കിലും പശയും ഉപയോഗിച്ചാണ് വീണ നിർമ്മിച്ചത്. വ്യാളിമുഖവും വീണക്കമ്പി പോലും ഈർക്കിൽ കൊണ്ടാണ് നിർമ്മിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ നിരവധി അവാർഡുകൾ ലഭിച്ച രമേശൻ മറ്റൊരു അവാർഡിനായി ഈർക്കിൽ വീണ തിരുവനന്തപുരത്ത് എത്തിക്കാനും നാഷണൽ അവാർഡിനായി ബാംഗ്ലൂരിലും എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ശരിക്കും വീണ ഉണ്ടാക്കാൻ വേണ്ടി 6 മാസത്തിന് മുകളിലെടുത്തു. ഇത് 20 ഓലന്റെ ഈർക്കിലെടുത്തു. അത് ഈ ഓല എടുക്കുന്നത് പച്ച ഓല എടുക്കൂല, പഴുത്ത ഓലന്റെ ഈർക്കിൽ എടുത്തതിന് ശേഷം വീണ്ടും ഉണക്കും. അതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഈ വർക്ക് തുടങ്ങും. വർക്ക് അത്ര റിസ്ക്കാണ്. ഈർക്കിൽ ബെൻഡ് ചെയ്തിട്ടാണ് എല്ലാ വർക്കും ചെയ്തെടുക്കുന്നത്. ഞാൻ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. അപ്പോൾ 28 വർഷം ഇപ്പം അസുഖമായിട്ട് വീട്ടിൽ കിടക്കുവാണ്. അങ്ങനെയാണ് ഏട്ടനമ്മയുടെ സൂര്യനുണ്ട്. അപ്പോൾ അവർക്കൊരു നക്ഷത്രം ആവശ്യപ്പെട്ട സമയത്താണ് എന്ത് ചെയ്തത്, അതിന് ചെയ്തു കൊടുത്തതിന് ശേഷമാണ് എനിക്ക് വീണ്ടും എന്തെങ്കിലും ചെയ്യണത്. അങ്ങനെയാണ് ഈ ഈർക്കിൽ കരകൗശല മേഖലയിലേക്ക് ഞാൻ വരാൻ എത്തിയത്, എത്താനുള്ള സാഹചര്യം ഉണ്ടായത്. പിന്നെ അതിനുശേഷമാണ് ഇങ്ങനെ ഓരോരോ വർക്കും ചെയ്തു വരുന്നത്. അതെ, ഏറ്റവും കൂടുതൽ വർക്ക് പിന്നെ ഏറ്റവും റിസ്ക് എടുത്ത വർക്ക് ഈ വീണയാണ്. 6 മാസത്തിന് മുകളിലെടുത്തു ഈ വീണ ചെയ്തെടുക്കാൻ വേണ്ടി. ഇതിന്റെ വരുമാനം ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചില്ല. എനിക്കിപ്പം ഒരുപാട് സമയമില്ല, ഫ്രീ ടൈമാണ്, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എത്രത്തോളം നന്നാക്കിയിട്ട് ഇതിപ്പം ദൈവം കലയാണ്, അത് എത്രത്തോളം നന്നാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ശ്രമിക്കുന്നത്. എനിക്കും നല്ലൊരു വില കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് കൊടുക്കും. ഈർക്കലിൽ തീർത്ത 100 കണക്കിന് തന്റെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിൽക്കാനുമായി സ്വന്തമായി ഒരു വീട് നിർമ്മാണം സഫലീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് രമേശൻ. രമേശന്റെ ദുരിതങ്ങൾ സമൂഹം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥനയാണ് മണലിൽ മോഹനൻ പറയുന്നത്. നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള ശില്പങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. മരത്തിൽ ചെയ്യുന്ന ആളുകൾ, ചിരട്ട കൊണ്ട് ചെയ്യുന്ന ആളുകൾ, പുല്ല് കൊണ്ട് ചെയ്യുന്ന ആളുകൾ. പക്ഷെ എന്നാൽ ഈർക്കിൾ കൊണ്ട് ശില്പങ്ങൾ ചെയ്യുന്ന ആളുകൾ എൻ്റെ അറിവിൽ അധികം ആരുമില്ല. അത്തരത്തിൽ ഈർക്കിൾ കൊണ്ട് ഒരു ശില്പം ചെയ്യുന്ന വ്യക്തിയാണ് വടകരയിലെ മേപ്പയിൽ പ്രദേശത്തുള്ള മൂരിയോടൻ കണ്ടി രമേശൻ. രമേശൻ്റെ അരയ്ക്ക് താഴെ പൂർണ്ണമായി തളർന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് 28 വർഷമായി. അതിന് മുൻപ് രമേശൻ്റെ ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. ഈ സ്വർണ്ണപ്പണി ജ്വല്ലറിക്കാർ ഏറ്റെടുത്തപ്പോൾ രമേശനും പട്ടിണിയായി. ഈ 28 വർഷമായി വീട്ടിൽ തന്നെ ഇങ്ങനെ പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഈ ഈർക്കിൾ കൊണ്ടുള്ള നിരവധി ശില്പങ്ങൾ ഉണ്ടാക്കുകയാണ് രമേശൻ്റെ ജോലി. 100-ലധികം ശില്പങ്ങൾ ഈർക്കിൾ കൊണ്ട് രമേശൻ തീർത്തിട്ടുണ്ട്. ഈ വർഷം അവൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, സാധാരണ അളവിലുള്ള ഒരു വീണ ഈർക്കിൾ കൊണ്ട് തീർക്കണം. അത്ര എളുപ്പമല്ല, കാരണം അതിൻ്റെ വളവും അതിൻ്റെ വ്യാളിമുഖവും ഒക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. 6 മാസമാണ് രമേശൻ ആ ഒരു വീണ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. 20ഓളം ഓലകൾ ഉപയോഗിച്ച് പശ ഓരോ ഈർക്കിളും ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് 6 മാസം